ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും കമൻ്റായിട്ടും അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടുനോക്കാം. ഇന്നിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പം അതുപോലെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു ഇസ്റ്റു ആണ് കേട്ടോ. അപ്പോൾ അതിനുള്ളതൊക്കെ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയും അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണ്. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ ഒരു 4 പച്ചമുളകും പിന്നെ ചെറിയൊരു ഉള്ളിയും പിന്നെ ഒരു ചെറിയ തക്കാളിയും പിന്നെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു 5 വിസിൽ ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. അതുവരെ അതൊന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയത്ത് അതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ ഓരോരുത്തർക്ക് എത്രയാണോ കറി ആവശ്യം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാനിവിടെ ഇതാ ഒരു 3 കയ്യിൽ തേങ്ങയാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളവും ഒഴിച്ചിട്ട് അത് പേസ്റ്റായിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. പിന്നെ ഇതാ ഉച്ചക്ക് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസൊക്കെ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് അതിൻ്റെ കൂടെ വേവിക്കാൻ വെച്ചിക്കണേ. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പോട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കണേ. പിന്നെ നമ്മളാ വെന്ത് വന്നിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ആ പോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു തേങ്ങയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു കറി നല്ലോണം ഇങ്ങനെ വെള്ളം പോലെയുള്ള കറിയല്ല, കുറച്ചൊരു കട്ടിയിലാണ് കേട്ടോ ഈ ഒരു കറി വേണ്ടത്. ഇനിയിപ്പോൾ ഇതാ കറി നല്ലോണം തിളച്ച് വന്നിക്കണേ. ഇനിയിപ്പോൾ അതൊന്ന് കടുവറക്കും കൂടി വേണം. അപ്പോൾ കടുവറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ എണ്ണ നല്ലോണം ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ നമ്മൾ കടുക് ഇട്ട് ഏത് കറി പൊട്ടിക്കുമ്പോഴും ആ കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം ഇട്ട കറിക്ക് ഒഴിക്കാൻ പാട്, അല്ലെങ്കിൽ കറിക്കൊരു കയ്പ്പ് ടേസ്റ്റ് വരും. പിന്നെ ഇതാ കടുക് നല്ലോണം പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ ആ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം. അത് ബ്രൗൺ കളറായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ അതൊന്ന് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല അടിപൊളിയൊരു കറിയാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ്. ഇത് നമുക്ക് പൂരിൻ്റെ കൂടെയും അതുപോലെ വെള്ളപ്പം, ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ ഇതാ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തേക്കണേ. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളപ്പം കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. രാവിലെ മക്കൾ സ്കൂളിൽ പോകുന്ന ടൈമിലുള്ള പാത്രങ്ങളൊക്കെ ഞാൻ ഡിഷ് വാഷറിൽ ഇടുകയാണ് ചെയ്യുക. പിന്നെ ഇതുപോലെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇതുപോലെ കഴുകി വെക്കും. ഈ ചെറിയ ചെറിയ പാത്രങ്ങൾ, സ്പൂണുകൾ അങ്ങനത്തതൊക്കെ ഡിഷ് വാഷറിൽ ഇടുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇതാ കുറച്ച് പാത്രങ്ങൾ തന്നെ ഉള്ളൂ കഴുകി വെക്കാൻ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വേഗം കഴുകി വെക്കട്ടെ. ഇനിയിപ്പോൾ ഇതാ ലഞ്ച് ഉണ്ടാക്കണതിൻ്റെ മുന്നേ കിച്ചൺ ഇതുപോലെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കൽ. ഇന്നിപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പും കൂടി ഒന്ന് നല്ലോണം സോപ്പിട്ടിട്ട് തന്നെ തുടക്കുന്നുണ്ട്. പിന്നെ ഫിഷൊക്കെ ഫ്രൈ ചെയ്യാനുള്ളൊരു ദിവസമാണെങ്കിൽ ഗ്യാസ് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡീപ്പായിട്ട് തുടക്കുകയാണ് ചെയ്യുക. ഇന്നിപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കുകയാണ്. കൗണ്ടർ ടോപ്പ് തുടക്കുന്ന സമയത്താണ് ഈ ഒരു വുഡൻ്റെ ഈ ഒരു സ്റ്റാൻഡ് കുറച്ചായിരുന്നു കേട്ടോ നല്ല പോലെ ഒന്ന് ഡീപ്പായിട്ട് തുടച്ചിട്ട്. അപ്പോൾ മഴക്കാലമായ കാരണം ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ പൂപ്പലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ആ ഒരു സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് അത് നല്ലോണം ഡീപ്പായിട്ട് തന്നെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്.
ഇന്ന് കിച്ചണിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാമെന്ന് കരുതുന്നുണ്ട്. പിന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും എല്ലാ ഭാഗവും എന്നും ക്ലീൻ ചെയ്യാന്നുള്ളത് നമുക്ക് നടക്കില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഏരിയകൾ സെലക്ട് ചെയ്തിട്ട് നമ്മളെ വീട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എപ്പോഴും എല്ലാ ഭാഗവും നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിടന്നോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കിച്ചണിൻ്റെ ഈ ഒരു ഡോറും പിന്നെ ഈ ഒരു കോർണർ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാനുള്ളൂ. പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്താൽ അത് നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരുന്നോളും. അതൊക്കെ കഴിഞ്ഞതാ ഇനിയിപ്പോൾ ബെഡ്റൂം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നല്ലോണം ഒന്ന് വിരിച്ചിടണം. അപ്പോൾ ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യട്ടെ. ഇനിയിപ്പോൾ വാഷ് ബേസിൻ്റെ അവിടെയുള്ള പ്ലാന്റ് ഒന്ന് മാറ്റി കൊടുക്കാനുണ്ടായിരുന്നു. അതൊന്ന് മാറ്റി കൊടുന്ന് വെച്ചിക്കണേ. ഇനിയിപ്പോൾ അവിടെയുള്ള ടവലും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ചേഞ്ച് ചെയ്തിക്കണേ. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാണ് കേട്ടോ. ഞാൻ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ യൂട്യൂബിൽ ഇതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തതാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും എടുത്തിട്ട് നമുക്ക് ചെയ്യാമല്ലോ. പിന്നെ ഈ ഒരു മെറ്റീരിയൽ അജുവ കളക്ഷൻസ് എന്നാണ് കേട്ടോ ഞാൻ മേടിച്ചത്. അവർക്ക് ഓൺലൈനായിട്ടും ഉണ്ട്, പിന്നെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കാന്താ കോട്ടൺ എന്നുള്ളൊരു മെറ്റീരിയലാണ്. നല്ല അടിപൊളി മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അവരുടെ അടുത്ത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ ഇതാ ഉച്ചക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. ഇന്ന് മത്തി മുളക് ഇട്ടതും പിന്നെ അവിയലും അതുപോലെ മത്തി ഫ്രൈ ചെയ്തതുമാണ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ തുടക്കാൻ വേണ്ടിയിട്ട് മോപ്പും കൂടി ഒന്ന് ഓണാക്കിക്കണേ. അപ്പോൾ ഇന്നത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും കമൻ്റായിട്ടും അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.